ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാനും കരുതി മൈലാഞ്ചി ഇടാമെന്ന് കരുതി. അപ്പോൾ കിച്ചണിക്ക് കുറച്ച് സാധനങ്ങളും കിട്ടാണ്ടായിരുന്നു. അപ്പോൾ ഇക്കവിടെ ഇല്ല, പുറത്ത് പോയിക്കാണ്. അപ്പോൾ വരുമ്പോഴേക്കും മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒന്ന് ചോപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്ക വിളിച്ച് ഞാൻ വരുന്നുണ്ട്, വേഗം റെഡിയായി നിന്നോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം തന്നെ ആ മൈലാഞ്ചി ഊരി അത് ജസ്റ്റ് ഒന്ന് ചോക്കാനും കൂടി സമയം ഉണ്ടായില്ല. പിന്നെ നമ്മൾ വേഗം റെഡിയായി പുറത്തു പോയി. അപ്പം നമ്മളിവിടെ മാർക്കറ്റിൽ കറക്കിയിട്ട് പോയിട്ടോ, ഇനി നമുക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ല് ചെയ്യാൻ വരുവിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ അധികം സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് പച്ചക്കറികൾ മാത്രം മതി. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും വേണം. അപ്പോൾ അതൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് നമ്മൾ അത് ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിനെ സഹായിക്കാൻ ഞാൻ അമ്മച്ചിനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അവർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് പാല് വേണ്ടിയിരുന്നു. അപ്പോൾ പാലെടുത്തു. പാല് കുറച്ച് അവിടെ റൂമിലുണ്ട്. അപ്പോൾ പിന്നെ ചെറിയൊരു ബോട്ടിലേ എടുത്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് ജ്യൂസ് വേണം പറഞ്ഞു. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അങ്ങനെ എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റൊക്കെ എന്തെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് ടോയ്സോ ജ്യൂസോ ഒക്കെ എന്തെങ്കിലും മസ്റ്റാണെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ എനിക്ക് ജ്യൂസ് വേണം പറഞ്ഞു. അപ്പോൾ പിന്നെ ജ്യൂസും എടുത്തെടുത്തു. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇക്കാനെ വിളിച്ചു. അപ്പോൾ ഇക്ക വന്ന് ബില്ല് ചെയ്യാണ്. പിന്നെ റൂമിലെത്തി. പിന്നെ പണി തുടങ്ങുകയാണ്. ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം ചിക്കൻ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മളിന്ന് ഫ്രൈഡ് റൈസും കടായിയാണ് ഉണ്ടാക്കാൻ കരുതുന്നത്. പിന്നെ ഫ്രൂട്ട് സലാഡും പായസം ഉണ്ടാക്കണില്ല. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ക്ലീനാക്കി മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ എന്നാൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാമല്ലോ. അപ്പോൾ പിന്നെ ചിക്കൻ ക്ലീൻ ചെയ്യാൻ തുടങ്ങുകയാണ്.
ചിക്കനൊക്കെ ക്ലീനാക്കി അതവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ചിക്കനൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്കത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് അല്ലേ, അപ്പോൾ പച്ചക്കറികളൊക്കെ അരിയണം, പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ ഫ്രൂട്ട്സൊക്കെ അരിയണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിനൊന്ന് വന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അപ്പോൾ നല്ല TV കാണുകയാണ്. അവൻ TV ഇട്ടെടുത്താൽ പിന്നെ അവിടെ അടങ്ങിയിരുന്നോളും, അല്ലെങ്കിൽ പിന്നെ എൻ്റെ പിന്നാലെ അങ്ങനെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. പിന്നെ ഞാൻ കിച്ചണിൽ തന്നെ വന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് അരിയാന്ന് കരുതി. അപ്പോൾ ക്യാരറ്റും ബീൻസും ക്യാപ്സിക്കനൊക്കെയാണ് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ എടുക്കുന്നത്. അധികം വെജിറ്റബിൾസ് ഒന്നും എടുക്കണില്ല. അപ്പോൾ TV കാണേണ്ട ഇടയിൽ ഓനൊന്ന് വന്നിക്കണം നമ്മുടെ അടുത്തേക്ക്. അപ്പോൾ എന്താ പണി നോക്കിക്കാണ്ട് വന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് മൂപ്പർക്ക്. അപ്പോൾ അത് ഞാൻ എടുക്കട്ടെ ചോദിച്ചിട്ട് കഴിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അത് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫ്രൂട്ട് സലാഡൊക്കെ നമ്മൾ പഴം, മാങ്ങ, ആപ്പിള്, പിന്നെ മുന്തിരി, പിന്നെ റുമ്മാൻ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം നമ്മൾ റോബസ്റ്റാണ് എടുത്തത്. നമുക്ക് നേന്ത്രപ്പഴം ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ റോബസ്റ്റ് പഴമാണ് എടുത്തത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഞാൻ ഇതിലേക്ക് കുറച്ച് ഡേറ്റ്സും കൂടി ഇടുന്നുണ്ട്. ഡേറ്റ്സും നട്ട്സും ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഫ്രൂട്ട് സലാഡ്. പിന്നെ ഇതാ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണ്, അതൊക്കെ ഒന്ന് സെറ്റായി വരാനും വേണ്ടി. നമുക്ക് അടുത്ത പണിയൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ കടായിയാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ഉള്ളിയരിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിയരിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടായി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പത്തിന് ഏകദേശം സുബൈ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാൻ അത് ഉണ്ടാക്കിയത്. അപ്പോൾ കടായിയൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ പിന്നെ ആ ഗ്യാസിൽ തന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചു. ഫ്രൈഡ് റൈസിനുള്ള ചോറ് തിളപ്പിക്കാനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചു. അപ്പം നമ്മൾ കടായി ആയാലും ചോറായാലും ഫ്രൂട്ട് സലാഡ് ആയാലും ഒക്കെ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിവിടെ ഫ്രണ്ട്സുകൾക്കൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം അത് ആ ചോറിനുള്ള വെള്ളം വെച്ചു. അത് തിളക്കാനായപ്പോൾ ഞാൻ കുറച്ച് ഓയിലും ഉപ്പും നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കണ്ട് പിന്നെ ഞാൻ അതൊന്ന് ഇളക്കിയിട്ട് പിന്നെ അടച്ചു വെച്ച് വേവിക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ചോറൊക്കെ ഇട്ടെടുത്ത് ചോറവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞില്ലേ ഫ്രൂട്ട് സലാഡിൻ്റെ ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ ഞാനത് അപ്ലോഡ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ, വീഡിയോക്കുള്ള ഫോട്ടോഷൂട്ടിംഗ് ഒക്കെയാണിത്.
അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി. പിന്നെ അതവിടെ മാറ്റി വെച്ച് പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പിന്നെ ഫ്രണ്ട്സ് ആൾക്കുള്ള ചോറൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. പിന്നെ നമ്മളും കഴിച്ചു. നമ്മൾ പിന്നെ പുറത്തൊന്ന് പോയി. പെരുന്നാളല്ലേ, ഇവിടെ പുറത്ത് വേറെ നമ്മൾ നാട്ടിലാകുമ്പോൾ നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോയി ഒക്കെ ചെയ്യാം. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെ അടുത്തൊന്നും ആരും ഇല്ലല്ലോ. പിന്നെ ഉള്ളത് അനിയനാണ്, അവൻ ഒരു മക്കത്താണ്. ഇൻഷാ അല്ലാഹ് ഓരോരുത്തർക്ക് പോകണം കരുതുന്നുണ്ട്, ഇന്നല്ല മറ്റൊരു ദിവസം. അപ്പോൾ പിന്നെ നമ്മളൊന്ന് പുറത്ത് പോവാൻ പാർക്കിലൊക്കെ ഒന്ന് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിലും നല്ല വെയിലാണല്ലേ, ആർക്ക് വിളിച്ചാലും നല്ല ചൂടാ നല്ല വെയിലാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നല്ല വെയിലായിട്ടും പാർക്കിൽ ആൾക്ക് കമ്മിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, നല്ല തിരക്കുണ്ടല്ലോ ആളുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പറയാം, എന്നെപ്പോലെ കുറച്ച് പിരാന്തന്മാരുണ്ടാവും ഈ നട്ടുച്ചക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വന്നിക്കണ്. എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര ക്രേസാണ് ഫോട്ടോ എടുക്കാൻ. ഫോട്ടോ എത്ര എടുത്താലും എനിക്ക് മതിയാവില്ല. പിന്നെന്താ, കുറച്ച് സമയം അവിടെ തണലത്തൊക്കെ ഒന്ന് ഇരുന്ന് റീഫ്രഷ് ആയി. പിന്നെ നമ്മൾ റൂമിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഈദ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.